കേരള പോലീസിന്റെ സൈഡിൽ നിന്ന് രാത്രി 12 മണിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതേയല്ല. നിങ്ങൾ ഇത് അനുകരിക്കണം എന്നല്ല, ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും എനിക്കിത് പറയണം തോന്നി, പറയാതെ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇന്നലെ എന്റെ റീചാർജ് ഓഫർ കഴിയുന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. രാത്രി 12 മണിക്ക് റീചാർജ് ഓഫർ കഴിഞ്ഞു. എനിക്ക് വൈഫൈ ഇല്ല, കൂടെ ഫ്രണ്ട്സോ ആരും ഇല്ല. എനിക്ക് അർജന്റായിട്ട് ചെയ്ത് തീർക്കേണ്ട കുറച്ച് വർക്ക് ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന സമയത്ത് എല്ലാ വഴിയും അടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം ആ തീ എന്ന് പറയുന്നത് പോലെ വേറെ ഒരു മാർഗ്ഗം ഇല്ലാണ്ട് ടെൻഷനായി. എനിക്ക് ആ സമയത്ത് എനിക്ക് ഇന്റർനെറ്റ് കിട്ടിയാലേ പറ്റത്തുള്ളൂ. ഒന്നും നോക്കിയില്ല, ഞാൻ ഫോൺ എടുത്ത് 100 വിളിച്ചു. പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് ഒരു ചേച്ചിയാണ് ഫോൺ എടുത്തത്. ഞാൻ പറയാം, മാം എനിക്ക് എന്റെ ഓഫർ കഴിഞ്ഞു, എനിക്ക് വേറെ ഒരു മാർഗ്ഗമില്ല, എനിക്ക് കുറച്ച് മെയിൽസ് അയക്കാനുണ്ട്, നിങ്ങളോട് ഇത് പറയാമോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല, പക്ഷെ ഐ എം ട്രാപ്ഡ്, എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണം, എന്റെ ചാച്ചനെ വിളിച്ചിട്ട് ഒന്ന് എന്നെ വിളിക്കാൻ പറയാമോ ചോദിച്ചു. അപ്പൊ ഒരു ചെറിയ ചിരിയോടെ, ഓക്കെ ഇപ്പൊ ചാച്ചനെ വിളിച്ചിട്ട് റീചാർജ് ചെയ്യാൻ പറയണോ? ഓ ഹൗ സ്വീറ്റ് ആലോചിച്ചു നോക്ക്. ഞാൻ പറഞ്ഞു വേണ്ട, ചാച്ചനെ വിളിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാലും മതി. ഓക്കെ പറയാടാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു അതെ ചിലപ്പോൾ പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് എടുത്തില്ലെങ്കിലോ 2 വട്ടം വിളിക്കണേന്ന് പറഞ്ഞു. ഓക്കെ 2 വട്ടം വിളിക്കാന്ന് പറഞ്ഞു. ഹൗ സ്വീറ്റ്. എന്റെയും ചാച്ചന്റെ പേരൊക്കെ ചോദിച്ചിട്ടാണ് അവർ ഫോൺ വെച്ചത്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ചാച്ചനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ, ചാച്ചനെ ഇപ്പൊ വിളിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ 2 മിനിറ്റിൽ ചാച്ചൻ എന്നെ വിളിച്ചു, ഇവിടെ സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്തൊക്കെയാടാ കാണിക്കുന്നതെന്നൊക്കെ. ഇന്ന പോലെ കുട്ടിയുടെ റെറ്റ് തീർന്നിട്ടാണുള്ളത്, റീചാർജ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. നിങ്ങളിത് കെയർലെസ് ആയിട്ട് ഇത് അനുകരിക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല, പക്ഷേ ഒരു ചെറിയ ആവശ്യമാണ്, ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഞാൻ ആ പാതിരാത്രി 12 മണിക്ക് വിളിച്ചപ്പോൾ എൻ്റെ ചാച്ചനെ വിളിച്ച് മോൾക്ക് റീചാർജ് ചെയ്ത് കൊടുക്കൂ എന്ന് പറയാനുള്ള അവരുടെ ആ ഒരു ഭയങ്കര സന്തോഷമായി. നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്ക് ഫ്രണ്ട്സ് ഇല്ലെങ്കിലും നമുക്ക് ആരില്ലെങ്കിലും നമ്മൾ എവിടെ പെട്ടുപോയാലും നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ധൈര്യം എനിക്ക് കിട്ടിയ പോലെ തോന്നി. ഞാൻ ബിഗ് സല്യൂട്ട്. രാത്രി വിളിച്ചിട്ട് ഫോൺ റീചാർജ് ചെയ്തു തരുമോ എന്നൊക്കെ പറയുമ്പോൾ അതിനോട് ഇത്രത്തോളം ആത്മാർത്ഥതയായിട്ട് പെരുമാറുന്ന ഒരു സിസ്റ്റം നമ്മുടെ കേരളത്തിലേ ഉള്ളൂ കേട്ടോ. കേരള പോലീസിന്റെ ഒരു സാധനം നമ്മൾ കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യണ്ട. പക്ഷേ ചീത്തത് കണ്ടാൽ പറയുന്ന നമ്മൾ നല്ലത് കണ്ടാൽ പറയാൻ മടി കാണിക്കരുതല്ലോ. കേരള പോലീസിന് സ്വീറ്റി മോളുടെ വക ബിഗ് സല്യൂട്ട്.